ഹായ് നമസ്കാരം, എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ഉഗ്രം പൂള ചിപ്സ് എടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നല്ല നല്ല കമൻറ്റ് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പൂള ചിപ്സിന് നമുക്ക് ഏത് പൂള വേണമെങ്കിലും എടുക്കാം കേട്ടോ. മെയിനായിട്ട് തമിഴ്നാട് നിന്നാണ് ചിപ്സിന് പൂള ഇറക്കുന്നത്. ഇപ്പോൾ ഞാനെടുത്തിരിക്കുന്നത് നമ്മൾ കഴിക്കണ പൂളയാണ്. അപ്പോൾ കഴിക്കണ പൂള ആകുമ്പോൾ തമിഴ്നാട് പൂളിനേക്കാളും ഇത്തിരി ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. അപ്പോൾ ഈ പൂളയത്തിൻ്റെ മെഷീന് നമുക്ക് ഓടിക്കാൻ കിട്ടും കേട്ടോ. ഇത് ഇത്തിരി വലുതാണ്, അതിനേക്കാളും ചെറുത് നമുക്ക് ഓടിക്കാൻ കിട്ടും. അപ്പോൾ അത് ഒന്ന് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിപ്സ് അതിൽ കട്ട് ചെയ്യുക, പൂള അതിൽ കട്ട് ചെയ്യുക, അത്യാവശ്യം പച്ചക്കറി വേണമെങ്കിൽ അതിൽ കട്ട് ചെയ്യുക. അപ്പോൾ ഈ മെഷീൻ വാങ്ങി ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ബ്ലേഡ് നല്ല മൂർച്ചയുള്ള ബ്ലേഡാണ്. വിരൽ കട്ടാകാനുള്ള സാധ്യതയൊക്കെ ഒരുപാടുണ്ട്, ശ്രദ്ധിച്ചില്ല പറഞ്ഞാൽ. എൻ്റെ വീടിൻ്റെ പരിസരത്ത് തന്നെ ഒരുപാട് ചിപ്സ് വറക്കുന്ന കമ്പനികളുണ്ട്. ഈ കമ്പനിയിൽ പണിയെടുക്കുന്ന പണിക്കാരൻ്റെയൊക്കെ ചിപ്സ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വിരൽ കട്ടായ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഇതിപ്പോൾ ആദ്യമായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ചെത്തുന്നത് 3-4 പ്രാവശ്യം ഇതിനെക്കുറിച്ച് അറിഞ്ഞ് പഠിച്ചിട്ടൊക്കെയാണ് ചെത്തുന്നത്. അപ്പോൾ ഈ പറയുന്നത് കേട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചെടുത്ത് എന്ന് പറഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് എടുക്കാം. പിന്നെ മനസ്സും കൊണ്ട് വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ഒന്ന് കഴുകിയെടുക്കാം. നമുക്കിനി ഇതൊന്ന് വെള്ളം പടിയാൻ വെക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. പൂള ഒരുക്കുമ്പോൾ എണ്ണ നല്ല ചൂട് വേണം. നമുക്കൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ ഇത് പൂള ഇട്ട് കുറച്ച് നേരമായി. ഒന്ന് ചെറിയൊരു മുറുക്കൻ നമുക്ക് എടുത്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ തീ ലേശം കുറച്ച് കൊടുക്കുക. അപ്പോൾ ഇത് എടുക്കാനുള്ള ഭാഗമായി. എടുക്കാനുള്ള ഭാഗം അതൊന്ന് ഒന്നെടുത്തിട്ട് പൊട്ടിച്ച് നോക്കിയാൽ മുറിഞ്ഞു പോകും. അപ്പോൾ എടുത്താൽ മതി. ചിപ്സ് വറുത്തതിനുള്ള മസാലയാണ് കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ്. ഇത് മൂന്നും പാടെ മിക്സ് ചെയ്തിട്ട് നമുക്കതിലൊന്ന് വിതറി കൊടുക്കാം.
രുചിയേറിയ നാടൻ പുളി ചിപ്സ് നിങ്ങൾക്ക് വീട്ടിൽ ഈസി ആയിട്ടും വളരെ സിമ്പിളായിട്ടും കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്, ലൈക്കും ഷെയറും നല്ല കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്.